നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് കോൺഗ്രസ് മതിലകത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് LDF SN പുരം പള്ളിനടയിൽ പൊതുയോഗം നടത്തി. ചന്ദ്രാപിന്നി ഈസ്റ്റ് ഉപ്പുംതുരുത്തി കടവിൽ കടത്ത് നിലച്ചിട്ട് 1 മാസം, നാട്ടുകാർ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയോടനുബന്ധിച്ച് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മതിലകത്ത് നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് O. അബ്ദുറഹിമാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KF ഡൊമിനിക് അധ്യക്ഷനായി. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുസലാം, DCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, AS വേലായുധൻ, PN ബാലകൃഷ്ണൻ, PA മുഹമ്മദ് അലി, CS രവീന്ദ്രൻ, PMA ജബ്ബാർ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ജീവിതത്തെ പറ്റി സംസ്ഥാനത്തെ ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയമായ പ്രചണ്ഡമായ പ്രചരണ പരിപാടി തുടക്കമാണിത്. ആ പ്രചണ്ഡമായ പ്രചരണ പരിപാടി നമ്മുടെ ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു പോകണം. KPCC അധ്യക്ഷൻ എല്ലാ ഗ്രാമങ്ങളിലും കടന്നു പോകുന്നില്ല. ഒരു നിയോജക പ്രധാനപ്പെട്ട സ്ഥാനത്ത് മാത്രമേ എത്തുള്ളൂ. പക്ഷെ അദ്ദേഹം എത്തുന്ന യാത്ര, അദ്ദേഹത്തിന്റെ സന്ദേശം, കോൺഗ്രസ് സന്ദേശം ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാനുള്ള ചുമതല, ബാധ്യത ഈ പ്രദേശത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുയോഗം നടത്തി. SN പുരം പള്ളിനടയിൽ നടന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം അമ്പാടി വേണു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിരുന്ന ആ വികസനത്തിന്റെ മാതൃക, വികസനം എന്ന് പറഞ്ഞാൽ അതിന്റെ മാതൃക ഈ ഗവൺമെന്റ് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ഈ ഗവൺമെന്റ്, UDA ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാര വികേന്ദ്രീകരണം എന്നുള്ള കാര്യത്തിൽ എടുക്കുന്ന നിലപാടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടുണ്ടല്ലോ. അധികാര വികേന്ദ്രീകരണം, അധികാരവും പണവും ജനങ്ങൾക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. KS മുഹമ്മദ് അധ്യക്ഷനായി. KV പീതാംബരൻ, EK സിദ്ധാർത്ഥൻ, ET ടൈസൺ, PK ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ ദേശീയപാത 17 സ്ഥലമെടുപ്പിനെതിരെയുള്ള സമരം തുടരുന്നു. ഏപ്രിൽ 2-നാണ് സമരം ആരംഭിച്ചത്. ഇതിനോടകം നിരവധി സംഘടനകൾ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ സ്ത്രീകളടക്കം നിരവധി പേരാണ് സമരപന്തലിൽ എത്തിച്ചേരുന്നത്. ഒരാഴ്ചയോളം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലം ഏറ്റെടുക്കാനെത്തിയെങ്കിലും സമരക്കാരുടെ പ്രതിഷേധം മൂലം അവർക്ക് തിരികെ പോകേണ്ടി വന്നു. സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ചൊവ്വാഴ്ച പാലിയേക്കര സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് കൈവരിച്ച നേതാക്കൾക്ക് സമരപന്തലിൽ സ്വീകരണം നൽകി. NH-17 ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഹാഷിം ചേർന്നമ്പിള്ളി സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AG ധർമ്മരത്നം അധ്യക്ഷനായി. CK ശിവദാസൻ, മുഹമ്മദ് കുഞ്ഞി പുതിയകാവ്, KK ഷാജഹാൻ, PC അജയൻ, ND വേണു എന്നിവർ സംസാരിച്ചു. പള്ളി കമ്മിറ്റിക്കെതിരെ കൊടുത്തൊരു കത്ത് ബാലേട്ടനെ അറസ്റ്റ് ചെയ്തതുപോലെ അവർക്ക് പറ്റിയൊരു വെട്ടിത്താണ്, ഒരു മണ്ടത്തരമാണ്. ഇതുപോലെ മണ്ടത്തരങ്ങൾ അവർ ഇനിയും ആവർത്തിക്കും. കാരണം നമ്മൾ സമരം ചെയ്യുന്നത് പൊതു നിരത്തിലല്ല, സർക്കാരിന്റെ ഭൂമിയിലല്ല. ഇവിടെ സ്വകാര്യ ഭൂമി എന്ന് പറയാവുന്ന ഒരു വഖഫ് സ്ഥാപനത്തിന്റെ കീഴിലുള്ള വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഈ പള്ളി കമ്മിറ്റിക്കാണ്. ആ പള്ളി കമ്മിറ്റിക്ക് എന്ത് തീരുമാനമാണെങ്കിലും എടുക്കാം. ഇവിടെ എന്ത് നടത്തണമെന്ന് പള്ളി കമ്മിറ്റിക്ക് തീരുമാനിക്കാം. അവിടെ ഈ പള്ളി കമ്മിറ്റിയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഇവിടെ ഈ ജനകീയ സമരത്തിൽ ജാതി മത ഭേദമില്ലാതെ ജനങ്ങൾ ഒത്തുകൂടി അവരുടെ ഒരു പ്രശ്നത്തിൽ സർക്കാരും മറ്റ് രാഷ്ട്രീയ കക്ഷികളും അവരെ വിസ്മരിച്ചപ്പോൾ, അവരെ തമസ്കരിച്ചപ്പോൾ ഒരു ആശ്രയമായി ഒരു പള്ളിയുടെ ഭൂമി അവർക്ക് കുത്തിയിരുന്ന് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബസ് ഇടിച്ച് സൈക്കിൾ യാത്രികന് പരിക്കേറ്റു.
കയ്പമംഗലം സ്വദേശി മൂത്തേരി ചന്ദ്രനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30 കയ്പമംഗലം 12 ദേശീയപാതയ്ക്ക് കിഴക്ക് ഭാഗത്തെ മരുന്നു ഷാപ്പിൽ നിന്നും മരുന്ന് വാങ്ങി റോഡ് മുറിച്ചു കടക്കവേ വടക്ക് നിന്ന് വന്ന സ്വകാര്യ ലോക്കൽ ബസ് ഇടിക്കുകയായിരുന്നു. സൈക്കിൾ യാത്രികനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം തെറ്റിയ ബസ് പടിഞ്ഞാറു ഭാഗത്തെ പെരുന്തോടിന്റെ കലുങ്കിൽ ഇടിച്ചു നിന്നു. നിറയെ യാത്രക്കാരുള്ള ബസ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ചന്ദ്രനെ എക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനിയൊരു ഇടവേള.